ഞാനൊന്ന് വായിക്കട്ടെ. രാമായണം ഇന്നും ലാസ്റ്റായല്ലോ, അതുകൊണ്ട് ഇന്നും കൂടി വായിച്ചേക്കാന്ന് വെച്ചിട്ടാണ്. ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലമൊരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു, പവനജനകരെ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്കാ കവീന്ദ്ര, നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചില്ലതേതുമേ നിന്നുടെ മനസ്സേ തോന്നുന്നിതിന്നഹോ. ബാലി മഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു. രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായ താരയുമായിരുന്നീടു നീ. എത്ര നാളിണ്ടിരിപ്പെങ്ങനെയെന്നതും ചിത്തത്തിലുണ്ടോ തോന്നുന്നു ധരിക്കനീ. ആദിവാശ്വേവാ പരസ്യേവതാവ മൃത്യു ഭവിക്കുവതിൽ അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ തക്കതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാവേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നു നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനനീ സക്തനായി പാനവും ചെയ്തു മതിമറന്നകം. രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകളെത്രയും നന്നിങ്ങനെ അഗ്രജനായ ചക്രാത്മജനെ പോലെ ഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അജ്ഞാനന്ദൻ തന്നുടെ വാക്കു കേട്ട രസാഭീതനായ ഒരു സുഗ്രീവനും ഉഗ്രമായവൻ തന്നോട് ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലുമാമത്യ ഉണ്ടെങ്കിലോ പ്രത്യീശനാ പത്തു വെട്ടുകയില്ലല്ലോ. സത്വരമെന്നുടെ ലാജ്ഞയോടും ഭവാൻ അങ്കലെ ആക്കുമയച്ചീരണം. സത്വദീപ സ്ഥിരന്മാരായ വാനരസത്തന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കവിവീരരെ പാരാതയക്ക. സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം. പക്ഷേ കഴിഞ്ഞു വരുന്നതെന്നാകിലോ ഗദ്യ നവരതിനില്ലൊരു സംശയം. സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അജ്ഞനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൊക്കിരുന്നീടിനാൻ. ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനസോത്തമന്മാരും 10 ദിക്കിന്നു മയച്ചാൻ അഭിമതദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം. അയുവേഗേ പ്രചാരേണ കവികുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോന്നിതു ദാനവാനാദി തൃപ്ത്യാത്മനാ. മയാ മനുഷ്യ കാര്യാർത്ഥമതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമുനി മൂർധിനി ദുഃഖിച്ചു വാമിനിയോടും വിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ, പാവമയ്യോ മമ കാൺക കുമാരാനി. ജാനകീദേവി മരിച്ചിരോ പുത്രജിൽ മനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു അറിഞ്ഞില്ലതുമില്ലല്ലോ. കശ്ചിൽ പുരുഷനോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ. എങ്ങാനും ഉണ്ടിരിക്കുന്നതാകിൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവാൻ നിർണയം. ജാനകി ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവാൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടല്ലോ. സംശയമേതു ഇതിനില്ല നിർണയം. എന്നെയും കാണാനും ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ഇനി കാണുന്നു വല്ലഭേ.
ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിരുന്നു ചന്ദ്ര സീതാംശു കടാൽ അവളെ ചെന്നു മന്ദം മന്ദം തലോടിത്തതാ വന്നു തടവീഴുകെന്നതും എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനക സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഠം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടിയേ ശിവാനിശം മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞത്രേ സുമിത്രാത്മജ വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാദി വാസുവനെന്നോടറിഞ്ഞ് എന്നോടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയായ മറക്കയാൽ പൂർവനൻ കൃതാജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്കു നീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടാശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവാൻ അഗ്രജമാർഗം ഗമിക്കേണമെന്നിനി സുഗ്രീവനോ അതിനില്ലൊരു സംശയം ഇഷ്ടമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിനാൻ വദ്യനായൊരു സുഗ്രീവനെ സത്വരം വിളകൊള്ളുവനദ്യ അത്യവാദികം അജ്ഞാപയഷയാശു മാമെന്നു പറഞ്ഞിരു പ്രാജ്ഞരായോരു സുമിത്ര തനയനും ആദായ ചാവതുരിനീരണ്ഡങ്ങളും ക്രോധേന ഗന്ധും അത്ഭുത ദ്രുതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു കർത്തവ്യമല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തുന്നീടുവെന്നായവരൂ പാലിയെ പോലെ നിനക്കും വിരകോടു കാലാപുരത്തിനു പോകാമറിക നീ ഇത്തമവനോടു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നത് കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ ആകുത ഓർത്തു നീ കർത്തവ്യമന്തരം ലക്ഷ്മണന്റെ പുറപ്പാട് അഗ്രജന്മാനയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ കിഷ്കിന്ധയോടും ദഹിച്ചു ഹോം അപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുല അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതാശാന്തി ലോകത്തിനുണ്ടാകുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോതലം തന്നോട് വിധി വരുത്തിക്കൊടുപ്പാനും സങ്കട സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും വിഷം ധരിച്ചു പരാപരവനാനന്ദമൂർത്തി ജഗന്മേനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു അജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മയനാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മനുഷ്യവ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദാദായിനീം തൽക്കഥാമീ പ്രപഞ്ചത്തെങ്കിലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധേ തത്തിൽ ക്രിയാകാലദേശോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ തത്വാദികളാം ഗുണങ്ങളിൽ താനുക്തരെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മജൻ വിജ്ഞാനശക്തി വ്യക്തനദ്വയൻ കാമാദികളാൽ അവിത്തനവ്യൻ അനന്തനായമയൻ ദിവമുനീശ്വരന്മാർ സകലാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിരുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു
പ്രബോധമുണ്ടാകുമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസരണേ സഞ്ജായത്രേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടു മർക്കടവന്മാരെ കണ്ടു പേടിച്ചു ചക്ര വിലുകി ശബ്ദം പരവശാൽ വപ്രോ പറഞ്ഞു കല്ലും മരങ്ങളും വിപ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേരിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കട കൂട്ടത്തെ ഒക്കെയും ഒടുക്കുവാൻ ഉൾക്കാമ്പില അഭ്യുദ്യതായ സൗമിത്രിവില്ലും കുഴിയിലെ കുലച്ചു വലിച്ചിതു വല്ലൂകവൃന്ദവും വല്ലാതെയായിരു ആഗതനായെന്നറിഞ്ഞതാ തൽക്ഷണം മംഗലനോടി വന്നിരിനാൻ ശങ്കാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിരിനാൻ പീതനായ ശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിയിടിനാൻ വത്സത്വം വിരുത്വനെ കണ്ടു ചൊല്ലിച്ചെയ്യുക കാര്യം പിഴക്കുമെന്നാശു നീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ച അർത്ഥമായി വിളംബിതം വരും ഉഗ്രനാമഗ്രജനെ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടോ സുഗ്രീവനുൾക്കാമ്പിലേന്തരേ വരൂ എന്നരുൾ ചെയ്തു ചെന്നു പറകെന്നതു കേട്ടോരു ബാലിതനെയും തന്നിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിനാൻ കോവേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തുവാകത്തിനി കാവേഭാവം കളഞ്ഞു വന്നിക്കനാവത്തല്ലായിലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ അങ്കദനോട് അവിടന്തികെ ചെന്നു വന്നിക്ക സൗമിത്രിയെ സ്വാന്തനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരുക ശാന്തനായ ഒരു സുമിത്ര താതനെ എന്നു മാരുതിയെ പറഞ്ഞേവമയച്ചതാ താരയോടർക്കാത്മജൻ പറഞ്ഞിരിനാൻ താരാധിപാനേന പോകണമാശു നീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ താരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലൂഷഭാവത്തെയും നീക്കണം. ഇത്രയേ ഉള്ളൂ. ഹരേ രാമ 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 ഹരേ ഹരേ. ഇത്രയേ ഉള്ളൂ. വായിച്ചു.